നമസ്കാരം, വെട്ടൻ ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. തലക്കാട് പഞ്ചായത്തിലെ ഹരിത കർമ്മസേന വീടുകളിൽ നിന്നും കടകളിൽ നിന്നും യൂസർ ഫീ ഈടാക്കി ശേഖരിക്കുന്ന മാലിന്യം പഞ്ചായത്തിന് സമീപത്തും പൊതുനിരത്തുകളിലും കൂട്ടിയിട്ടതായി യൂത്ത് ലീഗ് ആരോപിച്ചു. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. തലക്കാട് പഞ്ചായത്തിലെ ഹരിതകർമ്മസേന വീടുകളിൽ നിന്നും കടകളിൽ നിന്നും യൂസർ ഫീ ഈടാക്കി ശേഖരിക്കുന്ന മാലിന്യം പഞ്ചായത്തിന് സമീപത്തും പൊതുനിരത്തുകളിലും കൂട്ടിയിട്ടതായി യൂത്ത് ലീഗ് ആരോപിച്ചു. തലക്കാട് പഞ്ചായത്തില് ഹരിത കർമ്മസേന എല്ലാ വീടുകളിൽ നിന്നും അതുപോലെ കടകളിൽ നിന്നും 50 രൂപയൊക്കെ അടക്കം വാങ്ങിച്ച് ഏകദേശം 6 ലക്ഷത്തോളം രൂപ, 6 ലക്ഷത്തിലധികം രൂപ പഞ്ചായത്തിന് വരുമാനം ഉണ്ടായിരിക്കെ പഞ്ചായത്തിന് തൊട്ടടുത്ത് യുനാനി ഹോസ്പിറ്റലും കുടുംബശ്രീയുടെ ഹോട്ടലും വിദ്യാർത്ഥികളടക്കം വന്ന് കളിക്കുന്ന സ്റ്റേഡിയത്തിന് സമീപത്ത് മാലിന്യം കൂമ്പാരമായി കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇവിടെ യുനാനി ഹോസ്പിറ്റലിലേക്ക് വരുന്ന രോഗികളടക്കമുള്ളവർ പരാതിപ്പെട്ട കാര്യങ്ങളും നമുക്ക് മുമ്പിലുണ്ട്. ഇഴജന്തുക്കളടക്കം ഈ ഹോട്ടലുകളടക്കമുള്ള സ്ഥലങ്ങളിലേക്ക്, അതുപോലെ നമ്മുടെ സ്റ്റേഡിയത്തിലേക്കൊക്കെ വന്ന് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന തരത്തിലാണ് ഈ മാലിന്യം കൂമ്പാരമായി കൂട്ടിയിട്ടിരിക്കുന്നത്. ഇത് നീക്കം ചെയ്യാൻ പഞ്ചായത്ത് ഭരണസമിതി യാതൊരുവിധ തരത്തിലുള്ള നടപടി സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, സെക്രട്ടറിയുമായി സംസാരിക്കുമ്പോൾ ഇത് നീക്കം ചെയ്യാൻ മറ്റൊരു സ്ഥലമില്ല എന്നുള്ള രീതിയിലാണ് മറുപടി ലഭിക്കുന്നത്. ഇത് തീർത്തും ജനങ്ങളോടുള്ള ധിക്കാരപരമായ സമീപനമാണ്. ഇതിനെതിരെ പഞ്ചായത്ത് സെക്രട്ടറിയോടും ഹരിതകർമ്മസേന കോർഡിനേറ്ററോടും UDF നേതാവ് മുന്തസീർ ബാബുവിന്റെ നേതൃത്വത്തിൽ യൂത്ത് ലീഗ് നേതാക്കൾ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. അടിയന്തര പ്രശ്ന പരിഹാരത്തിന് ഇടപെട്ടിട്ടില്ലെങ്കിൽ ജനകീയ സമരത്തിന് യൂത്ത് ലീഗ് നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. യൂത്ത് ലീഗ് പ്രസിഡന്റ് K. അബ്ദുറഹിമാൻ, T. ഷാഫി, ജുഗിനു പുള്ളിച്ചോല, നൌഷാദ് പുളിഞ്ചോട്, ഷാഹുൽ എന്നിവർ സംബന്ധിച്ചു. വെട്ടൻ ന്യൂസ് തലക്കാട്.